ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെയും സിപിഎമ്മിനെയും പ്രതിരോധത്തിലാക്കിയ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റ്. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് പത്മകുമാറാണെന്ന് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. പോറ്റിക്ക് എല്ലാ ഒത്താശയും നൽകിയത് പത്മകുമാറാണെന്നും SITയുടെ കണ്ടെത്തലുണ്ട്. അതിനുശേഷമാണ് അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇനി സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലാകാനുള്ളത് ഉന്നതനാണ് എന്ന് നേരത്തെ കോടതി പറഞ്ഞിരുന്നു. അത്തരത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അറസ്റ്റും ചോദ്യം ചെയ്യലും പോകുന്നത്. SITയുടെ നീക്കം ആ രീതിയിലാണ്. സിജോ വിജോൻ ചേരുന്നുണ്ട്. സിജോ, ഇപ്പോഴത്തെ അറസ്റ്റിൽ പത്മകുമാറിന്റെ അറസ്റ്റിൽ അത് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നു. ഇനിയുള്ള നടപടികൾ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യതയുള്ളത്. സാധാരണമായി സാങ്കേതികമായ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ 24 മണിക്കൂർ സമയമുണ്ടെങ്കിലും ഈ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തി അധികം വൈകാതെ തന്നെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ അറസ്റ്റിന്റെ സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. ഒരാൾ അറസ്റ്റിലായാൽ അദ്ദേഹത്തെ അറസ്റ്റിലായ വിവരം അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളെ അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെ അന്വേഷണ സംഘം അടുത്ത ബന്ധുക്കളെ പത്മകുമാറിന്റെ അടുത്ത ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിയമസഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് അഭിഭാഷകന്റെ സഹായം തേടാവുന്നതാണ്. അങ്ങനെ പത്മകുമാർ പറഞ്ഞതനുസരിച്ച് അഭിഭാഷകന്റെ സഹായവും തേടുന്നതിന് വേണ്ടി പത്മകുമാർ അഭിഭാഷകനുമായി സംസാരിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ അത്തരം സാങ്കേതികപരമായ ചില നടപടികളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്.